السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. ഏറ്റവും സമാദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ, അഹ്ലുസുന്ന വൽ ജമാഅ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ വിശുദ്ധമായ ദീൻ നമ്മുടെ കേരളത്തിലെത്തി. ആ സ്വഹാബത്തിൽ നിന്നാണ് നാം കേരളക്കാർ വിശുദ്ധമായ ദീന് പഠിച്ചത്. ആ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പഠിച്ച ദീന് യാതൊരു തർക്കവുമില്ലാതെ വിശ്വാസകാര്യത്തിലോ ആചാരകാര്യത്തിലോ കർമ്മത്തിലോ യാതൊരു അനൈക്യമോ തർക്കമോ ഇല്ലാതെ നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്തിൽ നിന്നും പഠിച്ചതുപോലെ കൈമാറി വന്നു. അങ്ങനെ ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ കേരളത്തിൽ തർക്കം കൊണ്ടുവന്നത് 921 കടന്നു വന്ന വഹാബികളാണ്. ആ വഹാബികൾ അന്ന് കേരളത്തിൽ വന്ന് പുതിയ വാദങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് വഹാബിസം വ്യത്യസ്ത ധാരകളായി പരിണമിച്ചു. നേരത്തെ പറഞ്ഞിരുന്ന തൗഹീദ് ഇപ്പൊ ഷിർക്കായി മാറി. നേരത്തെ ഷിർക്കായത് ഇപ്പോൾ തൗഹീദായി മാറി. നേരത്തെ നമുക്കെതിരെ വാദപ്രതിവാദത്തിന് വന്നിരുന്ന മൗലവിമാര് ഇപ്പോ പരസ്പരം മുശ്രിക്കുകളും കാഫിറുകളുമായി മാറിക്കഴിഞ്ഞു. ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി കഴിഞ്ഞ ദിവസം ഉള്ളാളത്ത് പ്രസംഗിച്ചത് ഈ ഒരു ആശയ വൈരുദ്ധ്യങ്ങളുടെ കലവറയിൽ കിടന്ന് നട്ടം തിരിയുന്ന വഹാബികളുടെ ആശയത്തെ പ്രാമാണികമായി സമർത്ഥിക്കാൻ കഴിയാതെ വന്നപ്പോ സുന്നത്തി ജമാഅത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അത് വളരെ വ്യക്തമാണ്. ഹുസൈൻ സലഫി അടക്കമുള്ള മൗലവിമാര് അവരുടെ നിസ്സഹായതയാണ് വിളിച്ചു പറയുന്നത്. വിശുദ്ധമായ ദീനിനെതിരെ, സുന്നത്തി ജമാഅത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം ഇല്ലാത്ത കളവുകളും വഞ്ചനകളും കബളിപ്പിക്കലും മാത്രമാണ് നടത്തിയത്. അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. കാരണം എത്രമാത്രം വലിയ ആശയ വൈരുദ്ധ്യങ്ങളിലാണ് വഹാബികൾ പെട്ടുപോയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം. എന്തായിരുന്നു 921 ഇവിടെ കടന്നു വന്നിട്ട് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കഴിഞ്ഞുപോയ മുഴുവൻ അയിമ്മത്തുകളും സ്വഹാബത്തടക്കമുള്ള വിശ്വാസികൾ മുഴുവനും മുശ്രിക്കുകളാണ് എന്ന് ഇവിടെ പറയാനും എഴുതാനും യാതൊരു ഉളുപ്പുമില്ലാത്തവരായിരുന്നല്ലോ വഹാബികൾ. എന്തിന്റെ പേരിലായിരുന്നു ഈ വിശ്വാസികളെ മുഴുവനും വഹാബികൾ കാഫിറാക്കിയത്? അവർ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ ഇവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നു, അവരെ കൊണ്ട് തവസ്സുല് ചെയ്യുന്നു എന്നതുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞു വഹാബികൾ, അല്ലെ? എന്നിട്ട് അവരാ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയാൻ എന്തായിരുന്നു ഈ വഹാബികൾ അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചിരുന്നത്? ഞാനത് വായിക്കാം. മദ്രസ ബുക്ക് കേന്നം, അവരുടെ മദ്രസ പുസ്തകത്തിൽ സ്വഭാവം എന്ന പാഠം പഠിപ്പിച്ചിട്ട് പേജ് നമ്പർ 49. അതിൽ എന്താണ് ഷിർക്കാകുന്ന ഇസ്തിഗാസ എന്ന് അവർ വിശദീകരിക്കുകയാണ്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയോടും സഹായം തേടൽ ഷിർക്കാണ്. അപ്പൊ എന്തായിരുന്നു ഷിർക്ക്? ഇവരാദ്യം വന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണെന്ന് പറയാൻ ഇവർ പറഞ്ഞിരുന്ന ന്യായം, മനുഷ്യന്റെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ഏതെങ്കിലും ഒരു ശക്തിയോട് ചോദിച്ചാൽ അത് ഷിർക്കാണ്. അപ്പൊ ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കായിരുന്നു, മലക്കിനോട് ചോദിച്ചാലും ഷിർക്കായിരുന്നു, മറ്റുള്ള ആരോട് ചോദിച്ചാലും ഷിർക്കായിരുന്നു. മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ളതായിരിക്കണം എന്നതാണ്. എന്നാൽ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഈ ഷിർക്ക് പിന്നീട് പരിണമിക്കുകയാണ്. 2007
2006 ഡിസംബർ ആയപ്പോ ഈ ഷിർക്കിൽ നിന്നും ഒരു ഭാഗം തൗഹീദിലേക്ക് മാറുകയാണ്. അവിടെയാണ് ജിന്ന് ഇടപെടുന്നത്. ജിന്ന് മുജാഹിദായ ഈ ഹുസൈൻ സലഫി അടക്കമുള്ള വഹാബികൾ അവരുടെ തൗഹീദിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുടക്കമാണ് 2006 വരുന്നത്. 2006 ഇസ്ലാഹ് മാസിക ഡിസംബർ മാസത്തിൽ നേരത്തെ ഷിർക്കിന്റെ ഒരു ഭാഗം തൗഹീദിലേക്ക് മാറ്റിയതായി അപ്ഡേഷൻ അറിയിച്ചുകൊണ്ട് എഴുതുന്നു. എന്ത്? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങളിൽ മറ്റൊരു ശക്തിയോട് തേടലാകുന്നു ഷിർക്ക്. അപ്പൊ നേരത്തെ മനുഷ്യ കഴിവിനതീതമായിരുന്നു, ഇപ്പൊ അതിൽ നിന്ന് ഒന്നും കൂടി അപ്ഡേറ്റ് ആയി മനുഷ്യൻ എന്നതിൽ നിന്ന് കുറച്ചും കൂടി ഉയർത്തി സൃഷ്ടികളുടെ കഴിവിനതീതമായി. ഇത് തന്നെ 2007 ഇസ്ലാഹ് മാസിക ഏപ്രിൽ മാസം 42-ാമത്തെ പേജ്. എന്താണത്? അവിടെയാണ് ജിന്നിന്റെ ഇടപെടൽ ഒന്നുകൂടെ ശക്തിയാകുന്നത്. ജിന്നിന്റെ പേരിൽ വഹാബികൾ തമ്മിൽ തല്ലുന്നത്, പരസ്പരം മുശ്രിക്കുകളാക്കുന്നത്, നേരത്തെ ശിർക്കായിരുന്ന കാര്യം ഇപ്പൊ തൗഹീദായി മാറുന്നത്. വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. 2006 വരെ ഇവിടെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്ന അതേ ന്യായങ്ങളാണ് ആ ഷിർക്കിനെ തൗഹീദാക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഷിർക്ക് തൗഹീദായിട്ട് പരിണമിക്കുകയാണ്. ഹുസൈൻ സലഫി അടക്കമുള്ള കക്ഷികൾ 2007 എഴുതുകയാണ് ഇസ്ലാഹ് മാസികയിൽ. എന്താണ്? വിജനമായ മരുഭൂമിയിൽ നിന്ന് ആരെങ്കിലും ബ്രാക്കറ്റില് മനുഷ്യൻ, മലക്ക്, ജിന്ന് സഹായിക്കും എന്ന് നനച്ച് പടപ്പുകളെ സഹായിക്കണേ എന്ന് തേടിയാൽ അത് ഷിർക്കാവുകയില്ല. 2007 തൗഹീദാണ്. അപ്പൊ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയാൽ എന്നെ ഏതെങ്കിലും മലക്ക് രക്ഷപ്പെടുത്തുമെന്നോ ജിന്ന് രക്ഷപ്പെടുത്തുമെന്നോ മനുഷ്യൻ രക്ഷപ്പെടുത്തുമെന്നോ എന്നൊക്കെ കരുതി പടപ്പുകളെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കല്ല എന്നാ പറയുന്നത്. എന്നാൽ ഈ സഹായതേട്ടം 2 കൊല്ലം മുമ്പ് ഷിർക്കായിരുന്നു. മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ളതൊക്കെ ഷിർക്കായിരുന്നു. ആ ഷിർക്ക് തൗഹീദായി മാറുകയാണ്. ഇതാണ് തൗഹീദിലെ മറിമായം എന്ന് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങള്, അതേ സമയത്ത് ജിന്നിനോട് സഹായം തേടൽ ഷിർക്ക് തന്നെയാണ് എന്നാണ് വഹാബിസത്തിലെ വേറൊരു കക്ഷികൾ പറയുന്നത്. അവര് നേരത്തെ പറഞ്ഞിരുന്ന അവരുടെ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ വഹാബികളാണ്. പഴയകാല വഹാബികൾ. അതാണ് KNM വഹാബി എന്ന് പറയുന്നത്. അവര് പറയാണ്, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 105-ാമത്തെ പേജിൽ മുസ്ലിം ജിന്നുകളോട് സഹായം തേടലും ഖുർആൻ വിരോധിച്ച ഷിർക്കിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോ ഈ ഹുസൈൻ സലഫി അടക്കമുള്ള ടീമുകൾ പറഞ്ഞു, ജിന്നിനോട് സഹായം ചോദിച്ചാൽ പ്രശ്നമല്ല, ജിന്നിൽപ്പെട്ടത് തന്നെയാണല്ലോ ഷെയ്ത്താന്മാര്. അപ്പൊ ഷെയ്ത്താന്മാരോട് സഹായം ചോദിച്ചാലും പ്രശ്നമല്ല. പ്രശ്നം ആരോടെയുള്ളൂ? ഔലിയാക്കളോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളോട് ചോദിച്ചാൽ ഷിർക്കായി, റിഫായി ശൈഖ് തങ്ങളോട് ചോദിച്ചാൽ ഷിർക്കായി, യാ റസൂലല്ലാഹ് എന്ന് മുഅ്മിനീങ്ങള് മഹബത്തോടെ വിളിച്ചാൽ അത് ഷിർക്കായി, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ ഷിർക്കായി. എന്നാലോ ശൈത്താനേ എന്ന് വിളിച്ചാൽ ഷിർക്കാവൂല. ഇതാണ് ഹുസൈൻ സലഫിയും ടീമും പഠിപ്പിക്കുന്ന തൗഹീദ്. ഈ തൗഹീദ് എന്ന് മുതലാ നിങ്ങൾക്ക് കിട്ടിയത്? നേരത്തെ ഈ തൗഹീദ് ആയിരുന്നില്ലല്ലോ. നിങ്ങളുടെ തൗഹീദ് എങ്ങനെയാണ് ഷിർക്കായി മാറിയത്? ഷിർക്കിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് തൗഹീദിന്റെ പരിധിയിലെത്തിയത്? ഇങ്ങനെ തൗഹീദിൽ പോലും വൈരുദ്ധ്യങ്ങൾ പറയേണ്ടി വന്ന വഹാബികൾ, പ്രത്യേകിച്ച് ഹുസൈൻ സലഫി അടക്കമുള്ള ടീം അഥവാ വിസ്ഡം ടീം, ആ വിഭാഗം അവരുടെ തൗഹീദില് പൂർണ്ണമായും ആ തൗഹീദ് തന്നെ മാറി നേരത്തെ മുസ്ലിമായിരുന്നവർ മുശ്രിക്കുകളായി പരസ്പരം അടികൂടുകയാണ്. ഈ തൗഹീദിലെ പരിണാമം കൃത്യമായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ചോദ്യം ചെയ്തപ്പോ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു കണ്ണടച്ച് ഇരുട്ടാക്കൽ മാത്രമാണ് ഉള്ളാളത്തെ പരിപാടി, മറ്റുള്ള സ്ഥലങ്ങളിലെ പരിപാടി. ഇത് ബുദ്ധിയുള്ള അന്നം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഞങ്ങളുടെ പേരിൽ കളവുകൾ ആരോപിച്ചാൽ ഹുസൈൻ സലഫി അങ്ങനെ രക്ഷപ്പെടാമെന്ന് താങ്കളോ താങ്കളുടെ കൂടെയുള്ള കക്ഷികളോ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇനി നോക്ക് നിങ്ങള്, ഇവരുടെ തൗഹീദിന്റെ പ്രശ്നങ്ങൾ ചില്ലറയാണോ, കുറച്ചൊക്കെയാണോ? അല്ല. അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ് ഇവർക്കുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിശ്വാസം പോലും ഈ വഹാബികൾ എത്ര തവണ മാറ്റി? ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, സമയമില്ലാത്തത് കൊണ്ട്. എന്താണ്? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം പേജ് 45.
ആ പുസ്തകത്തിൽ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്? അള്ളാഹുവിനെ ഒരു സ്ഥലത്തും സങ്കല്പിക്കരുത്, അള്ളാഹു തആല ഒരു സ്ഥലത്താണ് എന്ന സങ്കല്പം പാടില്ല എന്നാണ്. അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. ആരാ എഴുതിയത്? കെ.എം. മൗലവി. കെ.എം. മൗലവി എഴുതുകയാണ്. എവിടെ എഴുതിയത്? അൽ മുർഷിദ് മാസിക 948 മാർച്ച്. അള്ളാഹുവിന് ഭാഗം, സ്ഥലം, രൂപം ഉണ്ടെന്ന് വിശ്വസിക്കൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന അനാചാരമാകുന്നു. കെ.എൻ. മുഖപത്രം അൽമനാർ 952 ജനുവരി. അപ്പോ ഇവിടെ ഈ 52 വരെയുള്ള വിശ്വാസം അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. ഇനി പറയട്ടെ, അള്ളാഹു ഇരുന്നു എന്ന് പറയൽ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. കെ.എൻ. പുറത്തിറക്കിയ ഖുർആൻ പരിഭാഷ അതിന്റെ 1102 പേജിൽ അള്ളാഹു ഇരുന്നു എന്ന് പറയാൻ പാടില്ല. നോക്ക് നിങ്ങള്, ഇനി മാറുകയാണ് കേട്ടോ. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ മാറ്റം വരികയാണ്. അള്ളാഹു ഇരുന്നു എന്ന് പറയണം. ആരാ പറയുന്നത്? ഉമർ മൗലവി പറയുന്നു. ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന കെ.എൻ. പുറത്തിറക്കിയ പുസ്തകം, ആ പുസ്തകത്തില് പറയുന്നു അള്ളാഹു ഇരുന്നു എന്ന് പറയണം. അങ്ങനെ 952 മാറുകയാണ്. അതിനുശേഷം പിന്നീട് 2001 മൗലവിമാര് ജൂൺ 4 പുളിക്കലിൽ യോഗം ചേരുകയാണ്. പുളിക്കലിൽ യോഗം ചേർന്നിട്ട് ഈ തൗഹീദിനെ തന്നെ 3 ഭാഗമായി അവർ വേർതിരിച്ചു. ആ തൗഹീദിന്റെ അപ്ഡേഷൻ പുളിക്കൽ യോഗത്തിൽ 2001 വരുന്നത്. അതിനു മുമ്പ് എം അക്ബർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് 7 ആകാശത്തിനു മുകളിൽ ഇങ്ങനെ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രാജാവാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നായിരുന്നു എം അക്ബർ മൗലവി എഴുതിയിരുന്നത്. അതിനുശേഷമാണ് 2001 പുളിക്കലിൽ വെച്ച് ഇവരുടെ തൗഹീദിൽ മാറ്റം വരുന്നത്. ഇവര് മീറ്റിംഗ് കൂടി തൗഹീദ് മാറ്റുന്നത്, തൗഹീദിനെ 3 വിഭജിക്കുന്നത്. അതിനുശേഷം എം അക്ബർ മൗലവിയോട് പറഞ്ഞു, നമ്മുടെ പുതിയ തൗഹീദ് പ്രകാരം നിങ്ങളെ പുസ്തകത്തിലെ പരാമർശം മാറ്റണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ എം അക്ബർ മൗലവി 2002 മെയ് 16 വിചിന്തനം വാരികയിൽ എം അക്ബർ മൗലവിയെ സ്വന്തം പുസ്തകത്തിൽ എഴുതിയ തൗഹീദ് മാറ്റുകയാണ്. എന്താണ് മാറ്റുന്നത്? മേൽപ്പറഞ്ഞ എന്റെ പരാമർശം, അള്ളാഹു ആകാശത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുക എന്ന വിശ്വാസം പാടില്ല എന്ന പരാമർശം അബദ്ധമാകുന്നു. അഥവാ 2001 പുതിയ അപ്ഡേഷൻ പ്രകാരം അബദ്ധമാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു പ്രപഞ്ചാതീതനും 7 ആകാശത്തിന് മുകളിൽ സിംഹാസനസ്ഥനും സ്വച്ഛാധിപതിയായ ചക്രവർത്തിയുമാകുന്നു എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവവിശ്വാസത്തിന്റെ ഭാഗമാകുന്നു. നോക്കണം നിങ്ങള്, ഇത് തൗഹീദാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് മീറ്റിംഗ് ചേർന്നിട്ട് അവർക്ക് തോന്നിയത് വെട്ടുക, തോന്നിയത് ചേർക്കുക, ഇങ്ങനെ ഇസ്ലാമിക വിശ്വാസത്തിൽ, അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ കൈകടത്തൽ നടത്തുകയാണ് മൗലവിമാര്. ഇനി നോക്ക് നിങ്ങള്, അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 199 പേജിൽ അതിലെന്താ പറയുന്നത്? അള്ളാഹുവിന്റെ വലത്തേ കൈയിലാണ് ആകാശം. ഞാനത് വായിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. പിന്നീട് 2004 അൽമനാർ മാസിക 2004 ആയപ്പോ അള്ളാഹുവിന്റെ 2 ഭാഗവും വലതു ഭാഗമായി മാറി. അപ്പൊ 2 കൈ അള്ളാഹു താലാക്കുണ്ട്, 2 കൈയും വലതു ഭാഗത്തായി. അപ്പൊ അള്ളാഹു താല ഹാൻഡിക്കേപ്പഡായ ഒരു റബ്ബാണോ എന്ന ചോദ്യം വന്നു. അപ്പൊ വീണ്ടും മൗലവിമാര് 2007 ആയപ്പോ അള്ളാഹു താലാന്റെ ഒരു കൈ ഓപ്പറേഷൻ നടത്തി ഇടത്തെ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അള്ളാഹുവിനെ 2 കൈ ഉണ്ട് എന്ന് 2009 ആയപ്പോൾ മാറ്റുകയാണ്. അൽമനാർ മാസിക ജനുവരിയില് അള്ളാഹുവിന്റെ ഇടത്തെ കൈ അവർ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഇവർ വിശ്വസിച്ചത്. പരസ്പര വൈരുദ്ധ്യങ്ങളായ അബദ്ധങ്ങൾ വിശ്വസിച്ചു. ഏറ്റവും അടിസ്ഥാനപരമായ തൗഹീദിലും അള്ളാഹുവിനെ സംബന്ധിച്ചുമുള്ള വിശ്വാസത്തിൽ മൗലവിമാര് ഇത്രയധികം അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇനി മറ്റുള്ളതിൽ എത്ര പറയാനുണ്ടാകും. അപ്പൊ ഈ അബദ്ധങ്ങളുടെ ഘോഷയാത്രകളാണ്. ഇപ്പോഴും തൗഹീദിൽ പോലും ഒരുമിക്കാൻ ഈ മൗലവിമാർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ പേരിൽ വലിയ കളവുകൾ പറയുകയാണ് ഹുസൈൻ മൗലവി. എന്താണെന്നറിയോ? ഈ മൗലവിമാര്, ഇവർക്കൊരു പ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. വഹാബികൾക്കൊരു പ്രോക്സി ഗ്രൂപ്പ്. നമ്മോട് സുന്നത്തി ജമാഅത്തിനോട് നേരിട്ട് പ്രാമാണികമായി ഏറ്റുമുട്ടാൻ കഴിയാതെ വരുമ്പോ ഇവർക്ക് ചില രഹസ്യ കാമുകന്മാരെന്ന് പറയുന്നത് പോലെ ഇവരുമായി അടുത്ത അന്തർധാര സൂക്ഷിക്കുന്ന കള്ളത്വരീഖത്തിന്റെ കക്ഷികളുണ്ട്. ആ കള്ളത്വരീഖത്തിന്റെ കക്ഷികളെയും ചേർത്തുകൊണ്ട് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിക്കാം. അങ്ങനെ
ചില കാര്യങ്ങൾ പറയിപ്പിച്ചിട്ട് അത് സുന്നികൾ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർത്ത് സുന്നത്ത് ജമാഅത്തിനെ വിമർശിക്കാം. ഇങ്ങനെയുള്ള ചില പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് അവരാണ് കള്ളത്വരീഖത്തുകാർ. ആ കള്ളത്വരീഖത്തുകാര് എന്തെങ്കിലും വിവരക്കേടും വിഡ്ഢിത്തവും വിളിച്ചു പറയുമ്പോൾ അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ പേരിൽ വെച്ചുകെട്ടി ആരോപണം ഉന്നയിക്കാനാണ് ഈ വഹാബികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ നിസ്സഹായതയിൽ നിന്ന് വരുന്നതാണ്. പ്രാമാണികമായി നമ്മെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ നമുക്കില്ലാത്ത വിശ്വാസങ്ങളും നമുക്കില്ലാത്ത വാദങ്ങളും നമ്മുടെ തലയിൽ കെട്ടിവെച്ച് നമ്മെ ഗണ്ണിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഹുസൈൻ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. താങ്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവുകളും ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അത് ആ വിഷയങ്ങൾ പ്രാമാണികമായി മുമ്പിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പ്രാമാണികമായ ചർച്ചകൾക്ക് വരണം. ഇങ്ങനെ പ്രോക്സികളെ വിട്ട് അവരെ കൊണ്ട് ചില മാറ്ററുകൾ എഴുതി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിച്ച് അത് സുന്നത്ത് ജമാഅത്തിന്റെ മേലിൽ വെച്ച് കെട്ടാനുള്ള ഹീനമായ ശ്രമം ഇവിടെ വില പോവുകയില്ല എന്ന് ഹുസൈൻ സലഫിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലാക്കണം, എന്തെല്ലാം ഇവിടെ കള്ളപ്രചരണങ്ങളാണ് കഴിഞ്ഞ ഉള്ളാളത്തെ പരിപാടിയിൽ മൗലവിമാര് നമുക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും പറയുകയോ എഴുതുകയോ ചെയ്യാത്ത, എന്നാൽ നാം വിശദീകരിക്കുന്ന വിശദീകരണങ്ങൾക്കപ്പുറത്ത് കള്ളത്വരീഖത്തുകാർ പറഞ്ഞു വെച്ച ചില വ്യാജവാദങ്ങൾ ഉയർത്തിക്കാട്ടി അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെയും വിശ്വാസം എന്ന് വരുത്തി തീർത്ത് ഇവിടെ വിമർശിക്കാനല്ലേ ശ്രമിച്ചത്? അത് യഥാർത്ഥത്തിൽ പരാജയത്തിൽ നിന്ന് വരുന്നതല്ലേ? മൗലവി നടത്തുന്ന കളവ് എത്ര വലിയ കളവുകളാണ്, ഒന്ന് കേൾക്കൂ. അതുകൊണ്ട് റബ്ബ് കഴിവ് കൊടുക്കുമ്പോൾ ആ കഴിവിന് സ്കെയിൽ വെച്ച് അളക്കാൻ മൗലവിമാരെ നിങ്ങൾ വരേണ്ടതില്ല. അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്ന ഏത് കഴിവും മഹാന്മാർക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് സഖാഫിമാര് ആയത്ത് മോദിയിരുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കണ്ടില്ലേ, വലിയ കളവല്ലേ പറഞ്ഞത്? ഹുസൈൻ സലഫി, മിസ്റ്റർ സലഫി, താങ്കൾക്ക് എത്ര പ്രായമായി? ഇങ്ങനെ കളവുകൾ ഒരു സമൂഹത്തിന്റെ മേലിൽ പറയാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ആദ്യമായി പറയാനുള്ളത്. നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ അള്ളാഹുവിന്റെ ഏതെങ്കിലും കഴിവുകൾ ഏതെങ്കിലും സൃഷ്ടികൾക്ക് അള്ളാഹു വിട്ടുകൊടുക്കും എന്ന് താങ്കൾ ഈ പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതൻ പറയുകയോ എഴുതുകയോ ചെയ്തിരുന്നോ? ഇല്ല. പിന്നെ എന്തേ മൗലവി ഇത് പറയുന്നത്? കളവ് പറഞ്ഞിട്ടല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ? എങ്കിൽ മൗലവി ഹുസൈൻ സലഫി, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, നാദാപുരത്ത് വെച്ച് ഖണ്ഡന പരമ്പരകൾ നടത്തി പഠിപ്പിച്ചിട്ടില്ലേ താങ്കളെ? എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമെന്ന് നാദാപുരത്ത് വെച്ച് ചെരിപ്പടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്കതറിയാം. പക്ഷേ താങ്കൾ കളവ് പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ ഏതെങ്കിലും കഴിവുകൾ അള്ളാഹു സൃഷ്ടികൾക്ക് വിട്ടുകൊടുത്തു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു നബിക്കും വിട്ടുകൊടുത്തിട്ടില്ല, ഒരു വലിയനും വിട്ടുകൊടുത്തിട്ടില്ല. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് എന്താ? സുന്നത്ത് ജമാഅത്ത് പറയുന്നത് അത് പണ്ട് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾക്ക് അസാധാരണ കഴിവുകൾ പടച്ചു കൊടുക്കും. ഏതുപോലെ? സാധാരണക്കാരായ നമുക്ക് സാധാരണ കഴിവ് അള്ളാഹു പടച്ചു തരുന്നത് പോലെ അസാധാരണക്കാരായ അടിമകൾക്ക്, ഔലിയാക്കൾ, അമ്പിയാക്കൾക്ക് അസാധാരണ കഴിവുകൾ അള്ളാഹു പടച്ചു കൊടുക്കും എന്നാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. എന്നാൽ അതിനെ എന്താക്കി മൗലവി? അള്ളാഹുവിന്റെ കഴിവ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് കബളിപ്പിച്ചില്ലേ മൗലവി? അതിനെ സംബന്ധിച്ചല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്കളെപ്പോലുള്ള കബളിപ്പിക്കുന്നവരെ കുറിച്ചല്ലേ പറഞ്ഞത്? ദജ്ജാലൂന കദ്ദാബൂൻ, കബളിപ്പിക്കുന്നവർ, കള്ളം പറയുന്നവർ എന്ന് ഹദീസിൽ വന്നത് അല്ലേ? എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? വഹാബിസം എന്ന് പറയുന്ന ആശയം തന്നെ കളവല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾക്ക് അസാധാരണ കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കും. ആ കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കുമ്പോ അതിനൊരു പരിധി വെക്കാൻ വഹാബികളെ നിങ്ങൾ വരേണ്ടതില്ല എന്നാണ് ഞങ്ങൾ ആ ആയത്തോതി പറഞ്ഞിരുന്നത്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ
ബിഗൈരി ഹിസാബ്, ഒരു കയ്യും കണക്കുമില്ലാതെ അല്ലാഹു തആല അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് കഴിവുകൾ നൽകും, മുഅ്ജിസത്ത് കറാമത്തുകൾ നൽകും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോ അല്ലാഹു തആല മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഇവിടെ ലോകത്തുള്ള വിവിധ ഭാഗത്തു നിന്ന് ആളുകൾ ഒരേ സമയത്ത് വിളിക്കുമ്പോൾ അതെല്ലാം കേൾക്കാനുള്ള ഒരു അസാധാരണ കേൾവി ശക്തി പടച്ചു കൊടുക്കാൻ അതിന് കഴിയൂല എന്ന് വഹാബികൾ പറഞ്ഞു. അതെങ്ങനെ കഴിയാ? നമുക്കതിന് കഴിയൂലല്ലോ. അപ്പൊ പിന്നെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും എങ്ങനെ കഴിയുക? ആ ഒരു കഴിവ് സൃഷ്ടിച്ചു കൊടുക്കാൻ അല്ലാഹു തആലക്ക് കഴിയൂല എന്ന നിങ്ങളുടെ മുടന്തൻ ന്യായത്തെയാണ് പ്രാമാണികമായി ഞങ്ങൾ നേരിട്ടിരുന്നത്. ആ വിശദീകരണത്തിന് മുമ്പിൽ നിങ്ങൾ കുടുങ്ങിയപ്പോ ഞങ്ങൾ പറയാത്ത ഒരു വാദം നിങ്ങൾ ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമല്ലേ മൗലവി നടത്തിയത്? അള്ളാഹുവിന്റെ കഴിവ് ഖദീമായ കഴിവല്ലേ? അള്ളാഹുവിന്റെ കഴിവ് അവന്റെ സ്വന്തമായ കഴിവല്ലേ? അതെങ്ങനെയാണ് മറ്റുള്ളവരാൾക്ക് വിട്ടുകൊടുക്കുക? അതുണ്ടാവില്ലല്ലോ. അതേ സമയത്ത് സൃഷ്ടികൾക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കും. ആ കഴിവ് കൊടുക്കുന്നത് ഇത്രയേ പാടുള്ളൂ, അതിലപ്പുറം കൊടുക്കാൻ പാടില്ല എന്ന ചില പരിധികൾ നിങ്ങൾ നിശ്ചയിച്ചപ്പോഴാണ് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത് അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാൻ സ്കെയിലുമായിട്ട് മൗലവിമാര് വരേണ്ടതില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെയാണ് ഹുസൈൻ സലഫി പച്ചക്കളവ് പറഞ്ഞ് കബളിപ്പിക്കൽ നടത്തി സുന്നത്തി ജമാഅത്തിന്റെ മേലിൽ ആരോപണം ഉന്നയിച്ചത്. ഈ കളവ് പറയാൻ വേണ്ടി മാത്രമല്ലേ മൗലവിമാരെ നിങ്ങളവിടെ മൈക്ക് കെട്ടിയത്? ഇതിനു വേണ്ടി മാത്രമല്ലേ നിങ്ങൾ മൈക്ക് കെട്ടിയത്? ഇനിയും നോക്കും മൗലവിന്റെ അടുത്ത കളവ്. ദുർവ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ കഴിവുകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കൂല്ലാതെ കൊടുക്കുമെന്നാണോ ആ ആയത്തിൽ പറഞ്ഞത്? അങ്ങനെ ആരാണ് പറഞ്ഞത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇവര് തന്നെ ഉണ്ടാക്കിയ ഒരു നിയമപ്രകാരമാണ് ഇവിടെ ഈ വിശ്വാസങ്ങളൊക്കെ വന്നത്. കണ്ടില്ലേ? വീണ്ടും കളവാണ്. അള്ളാഹു അവന്റെ കഴിവ് കൊടുക്കുമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? അല്ലാഹു തആല അള്ളാഹുവിന്റെ അടിമകൾക്ക്, മഹാന്മാർക്ക് അസാധാരണമായ കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കും. സാധാരണക്കാർക്ക് സാധാരണ കഴിവ് സൃഷ്ടിച്ചു കൊടുക്കുന്നത് പോലെ അസാധാരണക്കാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അസാധാരണ കഴിവ് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അത് അല്ലാഹു തആല അവന്റെ കഴിവ് വിട്ടുകൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു എന്ന പേരിൽ എന്നിട്ട് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന ആരോപണമല്ലേ മൗലവിമാരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ കളവ് നടത്തുന്നത്? എന്തിനു വേണ്ടിയാ ഈ കളവ് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അല്ലാഹു തആല ധാരാളം കഴിവുകൾ കൊടുക്കും, ധാരാളം കറാമത്തുകൾ അല്ലാഹു തആല കൊടുക്കും. അത് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ്. ആ സൃഷ്ടിച്ചു കൊടുക്കുന്ന കഴിവുകളെ കുറിച്ചാണ് സുന്നത്തി ജമാഅത്ത് വിശദീകരിച്ചത്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഫൽ മുദബ്ബിറാത്തി അംറാ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വൽമുഅ്മിനൂന അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സഹായികളാണ് അമ്പിയാക്കളും ഔലിയാക്കളും. സഹായിക്കാനുള്ള അസാധാരണ ശേഷി അല്ലാഹു അവർക്ക് പടച്ചു കൊടുക്കും എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. ഇതല്ലേ സുന്നത്തി ജമാഅത്ത് പറഞ്ഞത്? എന്നാൽ ആ സുന്നത്തി ജമാഅത്തിന്റെ വാദം ഇത് മറച്ചു വെച്ചുകൊണ്ട് കളവ് പറയാനല്ലേ ഹുസൈൻ സലഫി താങ്കൾ ആ സമയം അത്രയും ചെലവഴിച്ചത്? അതുകൊണ്ട് തന്നെ അതേ സമയത്ത് അഹ്ലുസുന്ന വൽ ജമാഅത്ത് പരിധി വിടുകയില്ല, അതേ സമയത്ത് കുറക്കുകയുമില്ല. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചത് എന്താണോ അതിന്റെ അപ്പുറത്തേക്കും പോകില്ല, അതിന് താഴോട്ടും പോകില്ല. നിങ്ങൾ വഹാബികൾ എന്ത് ചെയ്തു? മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്ത് മോചിതത്തിന്റെ കഴിവ് അതിനെ നിഷേധിച്ചു. അവരോട് ഇസ്തിആസ ചെയ്യുന്നത് പുണ്യകരമാണ് എന്ന് സുന്നത്തി ജമാഅത്ത് പഠിപ്പിച്ചപ്പോ അത് പാടില്ല, ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അതിനെ പൂർണ്ണമായും നിഷേധിച്ചു. എന്നാൽ വേറെ ഒരു ടീമുണ്ട്, അവരാണ് കള്ളത്വരീഖത്തുകാർ. അവര് മഹാന്മാരുടെ ഈ കഴിവിന്റെ പേരിൽ അവർ പച്ച ശിർക്ക്, വിശുദ്ധ ഖുർആനും ദീനും പഠിപ്പിക്കാത്തത് അവർ കയറ്റിപ്പറഞ്ഞു, അവർ പരിധി വിട്ട് പറഞ്ഞു. നിങ്ങളെ എതിർക്കുന്നത് പോലെ ആ വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികളെയും നമ്മൾ എതിർത്തു. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കഴിവ് പറയുമ്പോൾ അതിന് ഇസ്ലാം പഠിപ്പിച്ച പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നിട്ട് വേണം പറയാൻ. എന്നാൽ ആ പരിധി വിട്ടപ്പോ ആ പരിധി വിട്ട കക്ഷികളെയും ഞങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പ്രാമാണികമായി അവിടെ ഗണ്ണിക്കുകയുണ്ടായി. അതാണ് ഹുസൈൻ സലഫി പറയട്ടെ. മടവൂരാണ് പടച്ചോന്ന് പറഞ്ഞപ്പോ പേരോട് മുസ്ലിയാർ വരെ പറഞ്ഞു, പറഞ്ഞോ കാഫിറാണ്.
അവന് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. കാഫറായ നിലയ്ക്ക് അവൻ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് മറമാടാൻ പാടില്ല. അവന്റെ മകളെ കൈകൊടുക്കുന്ന രക്ഷാധികാരിയായി അവൻ നിൽക്കാൻ പാടില്ല. അവന് അനന്തരാവകാശം കിട്ടൂല. മുസ്ലിമിന്റെ ഒരു ആനുകൂല്യവും അവന് കിട്ടൂല എന്ന് ഈ പാട്ടുപാടിയിട്ടുള്ള ആളെക്കുറിച്ച്, ആ വിശ്വാസക്കാരെ കുറിച്ച് പേരോട് പറയുമ്പോ, കണ്ടില്ലേ സലഫി, താങ്കൾ തന്നെ സമ്മതിച്ചില്ലേ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇടപെട്ടു. എന്തിടപെട്ടത്? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിൽ, ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞതിന്റെ പേരിൽ ആ വലിയനെ ഇലാഹിന്റെ പദവിയിലേക്ക് ഉയർത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയം. ഇലാഹ് അല്ല മാത്രമാണ്. എന്നാൽ ഒരു വലിയനെ സംബന്ധിച്ച് ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതാണ്. അത് പറയാൻ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാര് മടി കാണിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് കിതാബുകൾ വെച്ച് പ്രമാണം വെച്ച് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ആ കറാമത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു താല കൊടുക്കുന്ന കഴിവാണ് എന്ന രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പരിധിയിൽ നിന്നുകൊണ്ട് പറയണം. എന്നാൽ ആ പരിധി വിട്ട് കള്ളത്തൊരീഖത്തിന്റെ വ്യാജത്തൊരീഖത്തിന്റെ കക്ഷികൾ പല ഷിർക്കിന്റെ വാചകങ്ങളും പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവിടെ ഇടപെട്ടു. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമല്ല. അതുകൊണ്ട് തന്നെയാ മൗലവി ഹുസൈൻ സലഫി പറയുന്നത്, നിങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളായ ഈ വ്യാജത്തൊരീഖത്തുകാര് നിങ്ങൾ കൊടുത്ത മേറ്റർ അനുസരിച്ച് സുന്നത്തി ജമാഅത്തിനെതിരെ പല ആരോപണങ്ങളും, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ലാത്ത പലതും അവരുടെ വകയായി അവർ കയറ്റിപ്പറഞ്ഞപ്പോ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇടപെട്ട് അത് തിരുത്തിയിട്ടുണ്ട്. അത് തിരുത്തി എന്ന് താങ്കൾ തന്നെയാണല്ലോ പറയുന്നത്. അതെ, ഞങ്ങൾ കയറ്റി പറയുന്നവരല്ല, ചുരുക്കി പറയുന്നവരുമല്ല. ഇസ്ലാമിക പ്രമാണം എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ പറയുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പൊ അതുകൊണ്ട് തന്നെ പരിധി വിട്ട് പറയാൻ പാടില്ല എന്നത് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെന്നും പഠിപ്പിച്ചതാണ്. പറയട്ടെ മൗലവി, ഇപ്പൊ എന്തായി? ഏത് കഴിവും കൊടുക്കുന്നു പറഞ്ഞാ പിന്നെ ഇവര് പാട്ടിലിറക്കിയപ്പോ പിന്നെ എന്താ പ്രശ്നം? അള്ളാഹ്ക്കെന്താ പടക്കാനുള്ള കഴിവ് മടവൂരിന് കൊടുത്തൂടെ? അപ്പൊ അയാളും ഖാലിഖാവൂലേ, പടച്ചോനയിക്കൂടെ? ചിലതൊക്കെ മടവൂരെ നീ പടച്ചോന്ന് അള്ളാഹ്ക്കാണ് പറഞ്ഞിട്ട് പടക്കാനുള്ള കഴിവ് അങ്ങോട്ട് കൊടുത്താൽ അയാൾ പടച്ചോനാകൂലേ? നിങ്ങളെ വാദപ്രകാരം അയാൾക്ക് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. ലിമിറ്റ് നിശ്ചയിക്കണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് എന്തേ ആശയം മാറിയത്? കണ്ടില്ലേ? അപ്പൊ മൗലവി എന്താ ചെയ്യുന്നത്? നമ്മുടെ മേലിൽ ഒരു കളവ് സൃഷ്ടിച്ചെടുത്തു, നമ്മുടെ പേരിൽ ഒരു കളവ് നിർമ്മിച്ചു മൗലവി. ആ കളവിൽ നിന്നുകൊണ്ടാണ് മൗലവി പിന്നെ ഈ പ്രോക്സി ഗ്രൂപ്പുകളായ കള്ളത്തൊരീഖത്തിന്റെ വ്യാജത്തൊരീഖത്തിന്റെ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത വാദത്തിൽ കയറി പിടിച്ച് നമ്മെ വിമർശിക്കുന്നത്. എന്താണ് മൗലവി നമ്മുടെ പേരിൽ ഉണ്ടാക്കിയ കളവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവുകൾ അവന്റെ മഹാന്മാരായ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും വിട്ടുകൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ എവിടെയാ മൗലവി നമ്മൾ പറഞ്ഞത്? അല്ലാഹു തആല അവർക്ക് അസാധാരണ കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കുമെന്നതല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? അല്ലേ? അള്ളാഹുവിന്റെ കഴിവുകൾ വിട്ടുകൊടുക്കുമെന്ന് ആരാ ഇവിടെ പറഞ്ഞത്? അത് വ്യാജത്തൊരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞു, അല്ലേ? അത് വ്യാജത്തൊരീഖത്തിന്റെ കക്ഷികൾ ഖുർആനിക ആയത്തോതിയിട്ട് അവര് ദുർവ്യാഖ്യാനിച്ചു. അവരെങ്ങനെയാ ദുർവ്യാഖ്യാനിച്ചത്? നിങ്ങൾ എഴുതി കൊടുത്ത മാറ്റർ പ്രകാരം അവർ പ്രസംഗിച്ചു, അവരത് പറഞ്ഞു. അത് നിങ്ങൾ എടുത്തുകൊണ്ടുവന്ന് സുന്നത്തി ജമാഅത്തിന്റെ മേലിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചു. അതിവിടെ നടക്കുകയില്ല മൗലവി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മഹാന്മാർക്ക് അസാധാരണ കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കും. അത് ഏത് കഴിവുകളും അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ കൊടുക്കും. ദൂരത്തുനിന്ന് കേൾക്കാനുള്ള കേൾവി ശക്തി സൃഷ്ടിച്ചു കൊടുക്കും, സഹായിക്കാനുള്ള ശേഷി അവർ സൃഷ്ടിച്ചു കൊടുക്കും, അങ്ങനെ പല സിദ്ധികളും സൃഷ്ടിച്ചു കൊടുക്കും. എന്നാൽ ഒരു കാര്യത്തെ സൃഷ്ടിക്കുവാനുള്ള ശേഷി, പടക്കുവാനുള്ള ശേഷി, അത് അല്ലാഹു തആല അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയില്ല എന്ന് ഇമാമുകൾ കൃത്യം പറഞ്ഞതാണ്. അപ്പൊ മൗലവി ചോദിക്കുകയാണല്ലോ, എന്തേ പടച്ചോനാകാനുള്ള ഒരു ശേഷി, സൃഷ്ടിക്കുവാനുള്ള ഒരു ശേഷി അല്ലാഹു തആല മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾക്കാണ്ട് കൊടുത്തുകൂടെ? ഈ വ്യാജത്തൊരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നാണ് മൗലവി ചോദിക്കുന്നത്. നിങ്ങൾക്ക് അബദ്ധം പറ്റി മൗലവി. അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹാന്മാർ ഇമാമുകൾ വളരെ കൃത്യമായിട്ട് അഖീദ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹുൽ മഖാസിദിൽ പറഞ്ഞു, എന്താണ് ഹഖീഖത്തു തൗഹീദി യൗതിഖാദു അദമി ശരീക് ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹാ. തൗഹീദ് എന്ന് പറയുമ്പോൾ ഉലൂഹിയത്തിലും അള്ളാഹുവിനെ മാത്രം
ഖാസായ സിഫത്തുകളിലും മറ്റൊരാളെ പങ്കു ചേർക്കാതിരിക്കലാണ്. ഒരു പങ്കുകാരൻ ഇല്ല എന്ന വിശ്വാസമാണ് തൗഹീദ്. വലാ നിസാ അലി അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളിൽ ഒരാൾക്കും തർക്കമില്ല ഫി അന്ന തദ്ബീറൽ ആലം, ലോകമൊട്ടാകെ പ്രപഞ്ചമാസകലം, അത് ഹഖീഖത്തൻ മാനക്ക് പ്രപഞ്ചമാസകലം തദ്ബീർ ചെയ്യുന്ന മുദബ്ബിർ. അതുപോലെ വഖൽഖൽ അജ്സാം, വസ്തുക്കളെ പടക്കുക എന്ന ആ ശേഷി, വസ്തിഹഖാഖൽ ഇബാദത്തി, ആരാധനക്കർഹനാവുക എന്ന ശേഷി, വഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലുഹാ മിനൽ ഖവാസ്, ഖദീമായ സിഫത്തുകൾ ഉണ്ടാവുക എന്നത് ഇതെല്ലാം അള്ളാഹുവിന്റെ സിഫത്താണ്. അപ്പൊ അള്ളാഹു തആല സൃഷ്ടിക്കുവാനുള്ള ശേഷി, ആ ഒരു ശേഷി ഒരു അടിമക്ക് സൃഷ്ടിച്ചു കൊടുക്കുക അള്ളാഹു തആലക്ക് സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ അള്ളാഹു തആല അങ്ങനെ കൈമാറുകയില്ല. ആ ഒരു ശേഷി അടിമക്ക് അള്ളാഹു തആല പടച്ചു കൊടുക്കുകയില്ല. അതുപോലെ ലോകമൊട്ടാകെ തദ്ബീർ ചെയ്യാനുള്ള ഒരു ശേഷി അള്ളാഹു തആല ഒരു അടിമക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ വളരെ വ്യക്തമാണ്. ഈ അഖീദ പഠിച്ചിട്ടില്ല കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ. ആ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ നിങ്ങൾ പ്രോക്സികളാണ്, നിങ്ങൾ പറയിപ്പിച്ചു അവരെ കൊണ്ട്. അതുകൊണ്ട് തന്നെ അവരത് പറയുന്നു, അതെടുത്തുകൊണ്ട് നിങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവര് ഇവിടെ ഏതെങ്കിലും ഒരു വസ്തു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുവാനുള്ള ഒരു ശേഷി ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹ് കറാമത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. ഒരു വലിയനും ആ ഒരു ശേഷിയുണ്ട് നമ്മളാരും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ്. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു തആല ധാരാളം അസാധാരണ സിദ്ധികൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വഫാത്തിന് ശേഷവും ബഹുമാനപ്പെട്ടവർക്ക് ആ കഴിവ് അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മഹാനവറുകൾ നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ആ പരിധിയിൽ നിന്നുകൊണ്ടുള്ള വിശ്വാസമാണ് സുന്നത്തി ജമാഅത്ത്. ഇത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഉലമാ പഠിപ്പിച്ചത്, ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിനെതിരെ അതിവാദവുമായിട്ട് കടന്നു വന്ന കള്ളത്വരീഖത്തുകാരെ കൂട്ടിപ്പിടിച്ച് സുന്നത്തി ജമാഅത്തിനെ ഇവിടെ വിമർശിച്ചു കളയാം എന്ന് മിസ്റ്റർ സലഫി കരുതുന്നുണ്ടെങ്കിൽ, മറ്റു മൗലവിമാര് കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി മൗലവി പറയട്ടെ. മാത്രമല്ല, ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറയുന്നവര് ശിർക്കാണ് പറയുന്നത്, കുഫ്റാണ് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമും ഖുതുബുൽ ആലമുമാണ് മടവൂരെന്ന് അയാളുടെ ഉസ്താദായ കാന്തപുരമാണ് മൗലൂദിന്റെ കിതാബിൽ എഴുതി വെച്ചത്. മടവൂരിന്റെ പേരിൽ മർക്കസിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു മൗലിദ് കിതാബുണ്ട്. ആ മൗലിദ് കിതാബിന്റെ തുടക്കത്തിൽ കാന്തപുരം അവതാരിക എഴുതി കൊടുത്തപ്പോ പറഞ്ഞു, ഞാനിത് ആദ്യാന്തം വായിച്ചു നോക്കി. ഈ മൗലിദ് ഇത് വല്ലാത്തൊരു പുതുമയുള്ള മൗലിദാണ്, വലിയ പുണ്യമുള്ള മൗലിദാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും നിങ്ങൾ ഇത് സൂക്ഷിക്കണേ, ഈ മൗലൂദ് ചൊല്ലണേ എന്ന് കാന്തപുരം അവതാരിക എഴുതിയ മൗലിദിലുണ്ട്. ഖുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ് മടവൂരെന്ന്. പേരോട് കിതാബോദീട്ടാ മറുപടി പറയുന്നത്. മഖാസിദ് എന്ന് പറയുന്ന ശരീഅത്തിന്റെ ഗ്രന്ഥം, അതേ അഖീദയുടെ ഗ്രന്ഥം. കിതാബിന്റെ പേരെങ്കിലും മര്യാദക്ക് പഠിച്ചിട്ട് വന്നൂടായിരുന്നു മൗലവി. ഷറഹുൽ മഖാസിദാണ് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ഷറഹുൽ മഖാസിദ്. ആ കിതാബിന്റെ പേര് പോലും പറയാൻ ഇയാൾക്ക് കഴിയുന്നില്ല. എന്നിട്ട് ഇയാളാണ് സുന്നത്തി ജമാഅത്തിനെ ഗണ്ണിക്കാൻ വന്നിട്ട്. ഇത് ഈ മൗലവിമാരുടെ പ്രോക്സികളായ കള്ളത്വരീഖത്ത് ആദ്യം പറഞ്ഞത്. ആ കള്ളത്വരീഖത്തിനെ ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ മറുപടി പറഞ്ഞ് അവരെ നമ്മൾ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. മൗലവി, നിങ്ങൾ പറഞ്ഞയച്ച കക്ഷികളുണ്ടല്ലോ, അവർ ഇതേ വാദവുമായി കടന്നു വന്നപ്പോ അവരെ നമ്മൾ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്താണത്? മുദബ്ബിറുൽ ആലം എന്ന് സിഎം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ, മറ്റു ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നത് വിശ്വാസികൾക്കറിയാം. അല്ലേ? മുഅ്മിനായ മനുഷ്യൻ അംബത്തർ റബീഉൽ ബഖല എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവോ? ശിർക്കാവൂല. എന്താ കാരണം? അത് മജാസാണ്. അതാർക്കാ അറിയാത്തത്? ഏത് വസ്തുവിനെയും സൃഷ്ടിക്കുന്നതും മുളപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ? അല്ലാഹു ആണ്. പിന്നെ
അമ്പത്തി റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാലോ അത് മജാസാണ്, അതാർക്കും അറിയാത്തത്. ഒരു മുഅ്മിൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ. അതുപോലെ ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസി ഒരു വലിയനെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലം തുടക്കം മുതൽ അവസാനം വരെ എന്തെല്ലാമുണ്ടോ, ആലമായിട്ട് എന്തെല്ലാമുണ്ടോ അതിന്റെ എല്ലാം മുദബ്ബിർ എന്നതിന് അർത്ഥമല്ല. പിന്നെയോ അല്ലാഹു തആല ഉദ്ദേശിച്ച തദ്ബീർ, ഉദ്ദേശിച്ച ഇടങ്ങളിൽ, ഉദ്ദേശിച്ച ഖദറിൽ അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അല്ലാഹു തആല കൊടുത്ത പരിധിയിൽ തദ്ബീർ ചെയ്യുന്ന മുദബ്ബിർ എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ലോകമൊട്ടാകെ അലൽ കമാൽ യാതൊരു പരിധിയുമില്ലാത്ത തദ്ബീർ എന്ന അർത്ഥമാണ് നിങ്ങളുടെ പ്രോക്സികളായ കള്ളത്വരീഖത്തിന്റെ വ്യാജത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞത്. അങ്ങനെ ഒരു അർത്ഥം പറയാൻ പാടില്ല എന്ന് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളോട് പറഞ്ഞ മറുപടി അങ്ങനെ പറയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ഷഅറാനി ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇതുപോലെ വ്യാജത്വരീഖത്തിന്റെ കക്ഷികൾ വരും, അവരെ കൂട്ടിപ്പിടിച്ച് വഹാബികളായ മൗലവിമാരെ നിങ്ങളെപ്പോലുള്ളവർ സുന്നത്ത് ജമാഅത്തിനെ ആക്രമിക്കാൻ വരും എന്ന് കറാമത്ത് കൊണ്ട് അറിയുന്ന മഹാന്മാര് അത് നേരത്തെ തന്നെ മശായിഖന്മാരുടെ ചോദ്യരൂപത്തിൽ ചോദിച്ചു, മറുപടി വാങ്ങി കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന വിശ്വാസം അല്ലാഹു തആല കൊടുത്ത പരിധിയിലുള്ള തദ്ബീറാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു തദ്ബീർ, അള്ളാഹുവിന്റെ തദ്ബീർ പോലത്തെ തദ്ബീർ, ലോകമൊട്ടാകെയുള്ള തദ്ബീർ, അത് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാത്ത വിശ്വാസം കയറി പറഞ്ഞു കള്ളത്വരീഖത്ത്. ആ കയറി പറഞ്ഞത് നിങ്ങൾ പിടിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വാദമായി കൊണ്ട് അവതരിപ്പിക്കുക, അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് മിസ്റ്റർ ഹുസൈൻ സലഫിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിലെ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദ് പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ശബ്ദമാണ്. നിങ്ങളെപ്പോലുള്ള വഹാബികളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവർകൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നതാണ് അവിടുത്തെ കുട്ടികളായ ഞങ്ങൾ വിശദീകരിച്ചു തരുന്നത്. നന്നായിരുന്ന് പഠിക്കാം. അപ്പൊ കള്ളത്വരീഖത്തിന്റെ മൗലവിമാര് ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങള് അതുപോലെ എടുത്തുകൊണ്ടുവന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മേലിൽ ചാർത്താം എന്നൊരു ധാരണ വഹാബികൾക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ മൗലവിയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, മൗലവി പറഞ്ഞത് എന്താണ്? മൗലവി ഇനി അടുത്ത കളവ് പറയട്ടെ. എന്താണത്? മുജാഹിദുകൾ നിങ്ങളോട് അന്നും ഇന്നും പറഞ്ഞില്ലേ, റബ്ബിന്റെ കഴിവുകൾ അവൻ ഒരു നേരത്തേക്ക് പോലും ഒരാൾക്കും വിട്ടുകൊടുക്കൂല, അതവന്റെ മാത്രം കഴിവാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ പറഞ്ഞപ്പോ അതിനെ എതിർത്തവർ ഇന്ന് കരയേണ്ടി വരുന്നു. പേരോടിന് വലിയ വേദനയാണത്രേ. അയാളൊരു ക്ലിപ്പിലൂടെ സംസാരിക്കുന്നുണ്ട്, ഒരു പ്രസംഗത്തിൽ വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ടെന്ന്. എന്താ അയാൾ പറയണത്? അയാൾ പറയണേ വല്ലാത്തൊരു വേദന ഉണ്ട് ഈ കാര്യത്തില്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവനെ സംബന്ധിച്ച് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി ഇപ്പോ ഈ സമൂഹം ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അതൊക്കെ കുഫറാണ്, പറയരുതേ എന്ന് ജനങ്ങളോട് പറയാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് പറയുന്നില്ല, അതിനെ ന്യായീകരിക്കാൻ നടക്കുകയാണ്. എനിക്ക് വല്ലാത്ത വേദന തോന്നുകയാണ് എന്ന് പേരോട് പറയുന്ന ഭാഗമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ വേദനിച്ചിട്ടെന്ത് കാര്യം? നിങ്ങളല്ലേ വഴിമരുന്നിട്ട് കൊടുത്തത്, നിങ്ങളല്ലേ പണ്ഡിത് പഠിപ്പിച്ചു കൊടുത്തത്. കണ്ടില്ലേ, മൗലവി ഈ കബളിപ്പിക്കലാണ് ആ പരിപാടി ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കബളിപ്പിക്കൽ മാത്രം. എന്താണത്? അള്ളാഹുവിന്റെ കഴിവാർക്കെങ്കിലും വിട്ടുകൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചു ചെന്ന കളവ് നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഈ വിമർശനങ്ങളൊക്കെ പിന്നെ മൗലവി നടത്തുന്നത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ കള്ളത്വരീഖത്തിന്റെ വ്യാജത്വരീഖത്തിന്റെ കക്ഷികളെ രംഗത്ത് വന്നപ്പോ ഈ കക്ഷികൾ പേച്ചു പോകുന്നു എന്ന വേദനയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവர்கள் പറഞ്ഞത്. അത് ഈമാനിന്റെ വേദനയാണ്. ഏതെങ്കിലും ഒരുത്തൻ പേച്ചു പോകുമ്പോ ഈമാനുള്ളവർക്ക് വേദനിക്കും, ആ വേദനയാണ് പറഞ്ഞത്. അല്ലാതെ സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും അള്ളാഹുവിന്റെ കഴിവ് ആർക്കെങ്കിലും വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അസാധാരണ കഴിവുകൾ, അമ്പിയാക്കൾക്ക് അസാധാരണ കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നിങ്ങൾ നിഷേധിച്ചിട്ടുള്ളത്. കളവുകളാണ് മൗലവി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, ഇതേ വ്യാജത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞ മറ്റൊരു കളവ് മൗലവി പറയട്ടെ.
അള്ളാന്റെ റസൂലിന്റെ ഒറിജിനൽ കോലത്തിൽ അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ വരാൻ കഴിയൂല. ശൈത്താൻ ഇടപെടൂല. ശൈത്താനിനൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയൂല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ രൂപത്തിൽ അല്ലാതെ ശൈത്താന് വരാലോ. അത് ആ രൂപത്തിലല്ലേ പേരോട് മുസ്ലിയാർ സംസാരിച്ചിട്ടുള്ളത്. അതോടുകൂടി മങ്കൂസ് മൗലീദിന്റെ കാര്യവും തീരുമാനമായി. കാരണം നബിയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് സഹാബിക്കെ ഉറപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന് ഹദീസിൽ പറഞ്ഞ ഏതൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ശരിക്ക് കലക്കി കുടിച്ച ഒരു പണ്ഡിതന് മാത്രമേ നബിയെ കണ്ടാ നബിയാണെന്ന് മനസ്സിലാകൂ. അല്ലാത്തവരുടെ കാര്യം അത് ശൈത്താനാവാം എന്ന് പേരോട് മുസ്ലിയാർ ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ മങ്കൂസ് മൗലിദും തോട്ടിലേക്ക് എറിയണം. കാരണം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന കഥ ഒരു അമുസ്ലിമായ മനുഷ്യൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട കഥയാണ്. മിസ്റ്റർ സലഫി മൗലവി, മങ്കൂസ് മൗലിദ് അടക്കമുള്ള മൗലിദുകൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങി തോട്ടിലേക്ക് എറിയാനാണ് ഇവിടെ 1 നൂറ്റാണ്ട് കാലമായിട്ട് വഹാബികളായ നിങ്ങൾ പരിശ്രമിച്ചത്. എന്നിട്ട് തോട്ടിലെത്തിയത് ആരാ മൗലവി തോട്ടിലെത്തിയത്? തോട്ടിലെത്തിയത് വഹാബികളാണ് അല്ലേ? തൗഹീദിന്റെ പേര് പറഞ്ഞ് എല്ലാവരും ചളിക്കുഴിയിൽ ഇറങ്ങി പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? മങ്കൂസ് മൗലിദ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഭദ്രമാണ്. അത് സാധ്യമല്ല നിങ്ങൾക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളായ ഈ വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ ഇവിടെ ധാരാളം വ്യാജവാദങ്ങൾ കൊണ്ടുവന്നപ്പോ സുന്നത്തി ജമാഅത്തിന്റെ ശരിയായ വിശ്വാസം എന്താണ് എന്നത് ഇമാമുകളുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ നിരത്തിവെച്ച് അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഇതേ സംഭവം തന്നെയാണ് അതേ വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികളും കൊണ്ടുവന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവിടെ ആ വിഷയത്തിൽ ഇമാമുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എടുത്തുദ്ധരിച്ചു. അതുപോലെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമുണ്ട്. അതുപോലെ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും മനസ്സിൽ അത് റസൂലുള്ളാഹി തങ്ങളാണെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്താൽ അത് റസൂലുള്ളാഹി തങ്ങളാണെന്ന് ഉറപ്പിക്കാമെന്ന അഭിപ്രായം ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് മങ്കൂസ് മൗലിദിലെ ഒരു സംഭവവും മൗലവിക്ക് തൊടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാമാണികമായി ഇത്തരം ചർച്ചകളിലേക്ക് മൗലവി തയ്യാറുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതുപോലുള്ള വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ പറയുന്ന എന്തെങ്കിലും കളവുകളും അബദ്ധങ്ങളും എടുത്തുകൊണ്ടുവന്ന് സുന്നത്തി ജമാഅത്തിനെതിരെ ഇവിടെ എന്തെങ്കിലും ചെയ്തു കളയാം എന്ന ഒരു വ്യാമോഹം മൗലവിക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ അസന്നിഗ്ധമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി പറയട്ടെ മൗലവി, അടുത്ത കളവ് എന്താണ് ശിർക്കെന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ മാത്രമായ ഗുണവിശേഷണങ്ങൾ എത്രയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് അത്യുന്നതമായ ഏറ്റവും മെച്ചപ്പെട്ട ഉന്നതമായ ഉത്തമമായ നാമങ്ങളുണ്ട്. റബ്ബിന്റെ ഓരോ പേരുകളും അല്ലാഹുവിന്റെ ഓരോ ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ അല്ലാഹുവിന് മാത്രമേയുള്ളൂ. ആ ഗുണങ്ങൾ റബ്ബിനല്ലാത്ത ഒരാൾക്കും ഇല്ല. അവൻ്റേത് മാത്രമായ ഗുണങ്ങളുണ്ട്. നേരെ മറിച്ച് അവൻ സൃഷ്ടികൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പരസ്പരം പല കാര്യങ്ങളിലും നമ്മൾ സഹായം തേടുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കാതുകൊണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാനാവുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയും മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഈ പ്രകൃതിയാ തന്നെ ഇവിടെ മനുഷ്യർക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന അവന്റെ കഴിവുകളാണ്. അതേ അവസരത്തിൽ റബ്ബ് ഒരിക്കലും ഒരു കാലത്തും ഒരാൾക്കും വിട്ടുകൊടുക്കാത്ത അവന്റെ മാത്രം കുത്തകയായിട്ടുള്ള അവൻ്റേത് മാത്രമാണ് ആ ഗുണങ്ങൾ. ആ ഗുണങ്ങൾ ഒരു സൃഷ്ടിക്കും അവൻ കൊടുത്തിട്ടേ ഇല്ല. ആ നിലക്കുള്ള ഒട്ടേറെ ഗുണങ്ങൾ അല്ലാഹുവിനുണ്ട്.
ആ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം, ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും റബ്ബല്ലാത്തവർക്ക് ഉണ്ടെന്ന് വന്നാൽ, ഉണ്ടെന്ന് വാദിച്ചാൽ, ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, ഉണ്ടെന്ന് സങ്കൽപ്പിച്ചാൽ അത് റബ്ബ് പൊറുക്കാത്ത ശിർക്കാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മൗലവി ഷിർക്ക് എന്താണ് എന്ന് പറയാൻ പാടുപെടുകയാണ്. കൊട്ടപ്പുറത്ത് വെച്ച് സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് ചോദിച്ചു, എന്താടോ ഷിർക്ക്? അന്ന് മൂത്ത മൗലവിമാർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ആ ഷിർക്ക് എന്താണ് എന്ന് പറയാൻ മൗലവി കിടന്ന് പാടുപെടുകയാണ്, അല്ലേ? എന്താ മൗലവി ഷിർക്ക്? താങ്കൾ പറഞ്ഞതുപോലെ ഷിർക്കിനെ ആരാ നിർവചിച്ചത്? താങ്കളുടെ വകയായിട്ട് പറഞ്ഞാൽ മതിയോ? ആരാ നിർവചിച്ചത്? അല്ലേ? അല്ലാഹു തആല അവന്റെ കഴിവുകൾ ചിലതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ആരാ അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന്റെ കഴിവുകൾ ചിലത് നമുക്ക് നൽകിയിട്ടുണ്ടെന്നോ? ഒരിക്കലും തന്നിട്ടില്ല. അള്ളാഹുവിന്റെ കഴിവ് ഒരു സൃഷ്ടിക്കൊള്ള വിട്ടുകൊടുക്കുന്നില്ല, ഒരു കഴിവും വിട്ടുകൊടുക്കുന്നില്ല. അത് നമ്മൾ കേൾക്കുന്നത്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഴിവ് അള്ളാഹ് എനിക്ക് വിട്ടന്നിട്ടില്ല. അള്ളാഹു താല അപ്പോൾ അവൻ സൃഷ്ടിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും അള്ളാഹു താല പഠിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ കഴിവ് എന്ന് നമ്മൾ പറയുന്ന കഴിവ്, എന്റെ കൈവിരൽ ഉയർത്താനുള്ള ശേഷി അള്ളാഹു താല ഓരോ സെക്കൻഡിലും എനിക്ക് പഠിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹു താല ഓരോ സെക്കൻഡിലും പഠിച്ചു തന്നാലേ എന്റെ വിരൽ ഉയർത്താൻ എനിക്ക് കഴിയൂ. അവൻ പഠിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്കതിന് സാധിക്കുകയില്ല. എന്നാൽ മൗലവി പറയുന്നു, ചില കഴിവുകളൊക്കെ നമുക്ക് അല്ലാഹ് തന്നിട്ടുണ്ട്, അത് ചോദിക്കാം, അല്ലാത്തത് ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു വിവേചനം എവിടെയാ മൗലവി, ഏത് ഇമാമാ പഠിപ്പിച്ചത്? ഏതാ ആയത്ത് ഓതണം? ഏത് ഹദീസാ ഓതണം? ഹുസൈൻ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏത് ആയത്തിലാണ് അല്ലാഹു തആല നമുക്ക് അവന്റെ ചില കഴിവുകൾ വിട്ടു തന്നു എന്ന് താങ്കൾ പറഞ്ഞില്ലേ? അത് ഏത് ആയത്തിലാ ഉള്ളത്? ഏത് ഹദീസിലാ ഉള്ളത്? ഏത് ഇമാമുകളാ പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ മഫ്ഊലിനെ മുന്തിച്ചിട്ടാ ഉള്ളത്. തഖദീമു മാ ഹഖ്ഖുഹു തഖീറു യുഫീദുൽ ഹസ്റ എന്നാണ് ഖായിദ, എന്നാണ് നിയമം. പിന്തിക്കേണ്ട ഒന്നിനെ മുന്തിച്ചു കൊണ്ടുവരുന്നത് അത് ഹസ്റിനെ ഫായിദ വെപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് മാത്രം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാ പറഞ്ഞത്. നിന്നോട് മാത്രം. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോടാ ചോദിക്കുന്നത്. അതേ സമയത്ത് ഔലിയാക്കളും അമ്പിയാക്കളും അതിന് കാരണമാണ്. എന്നാൽ ഇങ്ങനെ ഒരു വർഗീകരണം വഹാബികൾ കൊണ്ടുവരുന്നു. അതിന്റെ നിങ്ങളെ തെളിവെന്താണ്? മൗലവിക്ക് ധൈര്യമുണ്ടോ ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി പ്രാമാണികമായി ഒരു ചർച്ചയ്ക്കിരിക്കാൻ? ഹുസൈൻ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ഇതുപോലെ കളവുകൾ വിളിച്ചു പറയാൻ ആർക്കും സാധിക്കും. അതേ സമയത്ത് സുന്നത്തി ജമാഅത്തിന്റെ ആൺകുട്ടികളുടെ മുമ്പിൽ വന്ന് പ്രാമാണികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ പറയും. ഹുസൈൻ സലഫി പറയട്ടെ. ഇനി നോക്ക്, ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൗലവി ഇൽഹാമുമായി ബന്ധപ്പെട്ട് മുഴുവൻ കള്ളത്തൊരീഖത്തുകാർ കൊടുത്ത മാറ്ററുകളാണ്. അതാണ് രസം. ഏതായാലും വഹാബികളെ, നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് അവർ നന്നായി പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സമാധാനിക്കാം. നിങ്ങൾ കൊടുക്കുന്ന പണവും വാങ്ങിയിട്ട് കള്ളത്തൊരീഖത്തിന്റെ കക്ഷികൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അങ്ങൾക്ക് ആവശ്യമായ ക്ലിപ്പുകളും മാറ്ററുകളും ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. ഇൽഹാമുമായി ബന്ധപ്പെട്ട് വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞിട്ടുള്ള വ്യാജവാദത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് അവർകൾ പറഞ്ഞിട്ടുള്ളത്. മൗലവി പറയട്ടെ. നിങ്ങളുടെ മാലപ്പാട്ടുകളുടെ മുഴുവൻ അടിസ്ഥാനം എന്താണ്? അവർക്കൊക്കെ അള്ളങ്ങനെ അപ്പപ്പ അറിയിച്ചു കൊടുക്കുകയാണത്രേ. അത് ഖുർആനിലും ഹദീസിലൊന്നും കാണൂലത്രേ. നോക്കണം നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ശരിക്ക് ചിന്തിക്ക് സഹോദരങ്ങളെ. നിങ്ങളുടെ തൗഹീദിന്റെ കാര്യം എന്തായി ആലോചിക്ക്. അതാ ഒതുക്കങ്ങൽ ഇഹ്യാഉസ്സുന്ന അറബി കോളേജിലെ മുദർരിസായ, അതേപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റായ ഈ സുലൈമാൻ മുസ്ലിയാരുടെ പൊന്നോമന പുത്രനായി അറിയപ്പെടുന്ന ഒരു മുസ്ലിയാരിത പച്ചയായി പ്രസംഗിച്ചിരിക്കുന്നു. എന്ത് ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുന്നതൊക്കെ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അതാരായിരുന്നാലും ആരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളിലും ശൈത്താൻ ഇടപെടാം. ശൈത്താൻ ഇടപെടാത്ത രണ്ടാളുകളെ ഉണ്ടാവുകയുള്ളൂ. അവരുടെ തോന്നലുകൾ ഒക്കെ ശരിയായിരിക്കും. ആരാണ് ആ രണ്ട് കൂട്ടം ആളുകൾ? ഒന്ന് അല്ലാഹുവിന്റെ മലക്കുകളാണ്. അവരുടേതിൽ ശൈത്താൻ ഇടപെടൂല.
രണ്ടാമത്തെ വിഭാഗം പാപങ്ങളൊന്നും സംഭവിക്കാത്തവരായിട്ടിവിടെ മഹാന്മാരായ നബിമാരാണ്. അവരുടെ വാക്കുകളിലും പൊളിയൊന്നും ഉണ്ടാവില്ല, അവരുടെ വാക്കുകളിലും ശൈത്താൻ ഇടപെടൂല. അതുകൊണ്ട് മലക്കുകളോ നബിമാരോ അല്ലാത്ത ആരിവിടെ ഞങ്ങൾക്ക് ഇന്നതൊക്കെ തോന്നിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്ന വിവരമൊക്കെ ഇപ്പൊ മനസ്സിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കൊള്ളൂല. അതൊക്കെ ശൈത്താന്റെ ഇടപെടലിൽ നിന്ന് മുക്തമായ തോന്നലുകളല്ല എന്ന് പച്ചയായി ആ മുസ്ലിയാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ് മുസ്ലിയാരെ, നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്. അതെ, അത് തന്നെയാ സലഫികൾ പണ്ടേ പറഞ്ഞത്. ഇൽഹാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കുണ്ടാകുന്ന തോന്നലുകൾക്കനുസരിച്ച് നിങ്ങൾ മാലപ്പാട്ടുണ്ടാക്കി. കണ്ടില്ലേ, മൗലവി സന്തോഷം കൂറുകയാണ്. എന്താണ് ഈ കള്ളത്തൊരീക്കത്തുകാര് ഉണ്ടാക്കിക്കൊടുത്ത മേറ്റർ കൊണ്ട് ഒരു ജീവിയുണ്ട്, തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കുന്ന ഒരു ജീവി, എല്ലും കഷ്ണം കിട്ടിയാൽ ഓടുന്നത് പോലെ ഇങ്ങനെ കള്ളത്തൊരീക്കത്തുകാർ കൊടുത്ത എല്ലും കഷ്ണവുമായി ഓടി വന്നിരിക്കുകയാണ് ഹുസൈൻ സലഫി. അതിവിടെ നടക്കൂല മൗലവി. മനസ്സിലായല്ലോ? എന്താണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ പൊന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് എന്താണ് പറഞ്ഞത്? ഔലിയാക്കളുടെ ഇൽഹാമില്ല എന്ന് പറഞ്ഞു. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഉറച്ചു വിശ്വസിക്കുന്നു, പ്രമാണങ്ങൾ കൃത്യമായി പറയുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇൽഹാമുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഔലിയാക്കൾക്ക് ഇൽഹാം ലഭിക്കുന്നുണ്ട്. ആ ഇൽഹാം മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ള ആദരവാണ്. അതേ സമയത്ത് നിങ്ങളുടെ അതേ കക്ഷികളായ സുന്നത്തി ജമാഅത്തിന്റെ ശത്രുക്കളായ കള്ളത്തൊരീഖത്തിന്റെ കക്ഷികൾ ഇവിടെ വന്ന് വാദിച്ചു. ആ ഇൽഹാമിന്റെ പേരിൽ അവരിവിടെ ഒരു പുതിയ അതിവാദം കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്താണത്? ഈ കള്ളത്തൊരീഖത്തിന്റെ വ്യാജ ശൈഖന്മാരെന്ന് പറയപ്പെടുന്ന കക്ഷികൾ അവർക്ക് ഇൽഹാം കിട്ടി എന്ന പേരിൽ ശരീഅത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. ഒരുത്തൻ പറഞ്ഞു, റമദാനിലെ പകലില് ശൈഖിന് വെള്ളം കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുടിച്ചതുകൊണ്ട് നോമ്പ് മുറിയൂല. ആ ശൈഖ് വേറൊരാൾക്ക് വെള്ളം കൊടുത്താൽ അയാളുടെ നോമ്പും മുറിയൂല. എന്താ കാരണം? അള്ളാഹു നേരിട്ട് പറഞ്ഞതാണെങ്കിലോ മോനെ കുടിച്ചോ. മനസ്സിലായോ? ഹറാമായ സ്വർണ്ണമോതിരം ധരിച്ച ഒരാള്, അപ്പോ ഈ കള്ളത്തൊരീഖത്തിന്റെ ശൈഖാണ് ധരിച്ചതെങ്കിൽ മിണ്ടാൻ പാടില്ല. എന്താ കാരണം? അയാൾക്ക് ഇൽഹാം കിട്ടിയതാണെങ്കിലോ മോനെ നീ ധരിച്ചോ, നിനക്ക് ഹലാലാണ്. ഇങ്ങനെ ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഈ പറയുന്ന കള്ളത്തൊരീഖത്തിന്റെ കക്ഷികളിൽ നിന്ന് കണ്ടാൽ ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തി വിമർശിക്കാൻ പാടില്ല എന്ന് പുതിയ ഒരു അതിവാദം കൊണ്ടുവന്നു വ്യാജ ത്വരീഖത്തിന്റെ ആളുകൾ. എന്താ അതിന് കാരണം പറഞ്ഞത്? ഇൽഹാം കിട്ടിയതാകാം. അവിടെയാണ് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കൃത്യമായി ഇടപെട്ടത്. എന്താണ്? ഇൽഹാം അങ്ങനെ ശരീഅത്തിന് വിരുദ്ധമായി കിട്ടൂല. ഇൽഹാം ശരീഅത്തിന് വിരുദ്ധമായി കിട്ടൂല. അങ്ങനെ ഒരാൾക്ക് ശരീഅത്തിന് വിരുദ്ധമായി കിട്ടിയാൽ അത് തെറ്റാണ്, ശരിയല്ല. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാം എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ മിനനുൽ കുബ്രയിൽ പറയുന്നു, അന്നൽ ഇൽഹാമ മിൻ ഖസാമിൽ കശ്ഫി സ്വഹീഹി. ഇൽഹാം ഔലിയാക്കൾക്ക് ലഭിക്കുക എന്നത് ശരിയായ കശ്ഫിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഫഇദാ സ്വഹ, ആ കശ്ഫ് ഇൽഹാം ശരിയാണെങ്കിൽ ഫലാ യഅതി ഇല്ലാ മുവാഫിഖൻ ലിശരീഅത്തി, ശരീഅത്തിനോട് യോജിച്ചിട്ട് ശരിയായ ഇൽഹാം ഉണ്ടാവുകയുള്ളൂ. ഫഇൻ വഖാ ഇൽഹാമുൻ ഖാലഫ ശരീഅത, ശരീഅത്തിനോട് വിയോജിച്ചുകൊണ്ട് ഇൽഹാം ഉണ്ടായാൽ ഫൽ ഖലലു മിൻ ദുഅഫി ഹാലി സ്വഹിബിൽ കശ്ഫി, അത് ആ കശ്ഫ് ലഭിച്ച വ്യക്തിയുടെ ഒരു അബദ്ധമായി, ഒരു ദുഅഫായി മാത്രം അതിനെ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്തായി? കശ്ഫ് അല്ലെങ്കിൽ ഇൽഹാം എന്നത് ശരീഅത്തിന് വിരുദ്ധമായി കിട്ടിയാൽ അത് ശരിയല്ല, അത് പിഴവാണ് എന്ന് മനസ്സിലാക്കണം. ശരീഅത്തിന് വിരുദ്ധമായി കിട്ടിയാലും അത് ഇൽഹാം ശരിയാണ് എന്നാണ് കള്ളത്തൊരീഖത്തുകാർ വാദിച്ചത്. അത് ശരിയല്ല എന്നാണ് അബ്ദുൽ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. അതെടുത്തുകൊണ്ട് ഇതാ ഇൽഹാം ഇപ്പൊ തെറ്റാണ് നിങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങളെ മാലപ്പാട്ട് തെറ്റാണെന്ന് സമ്മതിച്ചില്ലേ. എന്റെ മൗലവി, സമ്മതിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലേ? മാലയിലും മൗലിദിലുമുള്ള കാര്യങ്ങൾ അത് പ്രാമാണിക വിരുദ്ധമാണ് എന്നത് ഖുർആനും ഹദീസും മറ്റു പ്രമാണങ്ങളും വെച്ച് നിരത്തി അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഞാൻ മൗലവിയെ വെല്ലുവിളിക്കുകയാണ്. അത് ഒരിക്കലും ഈ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ
ഇപ്പൊ ഈ വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികളെ കൂട്ടുപിടിച്ചിട്ട് മാലയും മൗലിദും തെറ്റാണ് എന്ന് പറയാനുള്ള മൗലവിയുടെ വ്യഗ്രത, അത് നമ്മൾ ആ വ്യഗ്രത പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് അറബിക്കടലിലേക്ക്. അതുകൊണ്ട് ഹുസൈൻ സലഫി അടക്കമുള്ള മുഴുവൻ മൗലവിമാരോട് നമ്മൾ പറയുകയാണ്, ഈ തരത്തിൽ വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ ഉണ്ടാക്കിത്തരുന്ന ഇതുപോലുള്ള എല്ലിൻ കഷ്ണങ്ങളും കടിച്ചുകൊണ്ട് വന്ന് സുന്നത്തി ജമാഅത്തിനെ നേരിടാനുള്ള ശ്രമം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഹുസൈൻ സലഫിയെ ഞാൻ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം, സുന്നത്തി ജമാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്നത് അത് പുണ്യകരമാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. അത് ശിർക്കാണ് എന്ന നിങ്ങളെ വാദം അത് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു പ്രാമാണികമായ ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടെ മൗലവിയോട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.